I'm so happy to be with all this, vibrant team. പിന്നെ കാസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് അതിന് ബിരുദാണ് വിളിക്കുന്നത്. ബിരുദും ബിബിനും കൂടെ ഇങ്ങനത്തെ പടം തുടങ്ങുന്നതിന് 2-3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഒരു സാഹചര്യം കിട്ടുന്നത്. സോ വെരി ഗ്രേറ്റ്ഫുൾ. പടം നല്ല അഭിപ്രായം വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുന്നുണ്ട്. ക്രിസ്മസിന് ഒരു വമ്പിച്ച വിജയമാവട്ടെ. പടം ആൾക്കാരെ മനസ്സിലായിട്ടെ. താങ്ക് യു. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അതിപ്പോ ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ച് പേടി കൂടുതലാണ്. കാരണം ആസ് എൻ ആക്ടർ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണം ഇങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവ്നി. ഇതിനകത്ത് നാദിയ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തേക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടറും ബിലിൻഡാണ്. എനിക്ക് മൂന്ന് ദിവസം മുമ്പായിരുന്നു കോള് വരുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന്. വിളിച്ചിട്ട് ഓക്കെ ആഷിഖ് കപൂർ സാറിന്റെ മൂവിയാണ്, വിത്തിൻ 3 days പൂജ തുടങ്ങും, ഷൂട്ട് തുടങ്ങും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഈച്ച് ഡേ ഷൂട്ടിങ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എന്റെ ക്യാരക്ടറിനെ പറ്റിയും ഈ മൂവിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എല്ലാവർക്കും പടം ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു റൈറ്ററാണ്. അത് പലതവണ പല സിനിമകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്യാമ ആഷിഖിന് വേണ്ടിയിട്ട് നിരവധി ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം സ്വന്തംപൂരിലെ ബാബുച്ചേട്ടന്റെ ക്യാരക്ടർ പോലെ ഇപ്പം ഈ സിനിമയിലേക്കാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് സുഹാസും ദിലീഷും ശ്യാമോട് എഴുതുമ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിന്റെ ഒരു പൂർണ്ണതയിൽ സിനിമയില് ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും. ചെറിയൊരു ത്രെഡിലൊരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു എനിക്കൊന്ന് കുറഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 4-5 days ഉണ്ടായിരുന്നു അവിടെ, 3 or 4 days. പക്ഷെ ദാറ്റ് വാസ് ഓസം എന്ന് പറയല് പോയവർക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങൾ പോയി താമസിച്ചതും കടുവയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇല്ലാതിരുന്നത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് സുരഭി ഇല്ലാത്തതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. അതാണ് ഏറ്റവും വലിയ റിലീഫ്. ദിലീഷ് വെച്ചാൽ പറയും ഏറ്റവും നല്ല റിലീഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് താമസിച്ചത് അവിടെ സാധാരണ ചെറിയ ചെറിയ ലോഡ്ജ് പോലത്തെ റൂംസ് ഒക്കെയാണ്. എന്നിട്ട് എല്ലാവരും അവിടെ വി ഓൾ എൻജോയ്ഡ് ലൈക്ക് എനിത്തിങ്. ഒരു 3-4 days ഞങ്ങൾ എൻജോയ്. ഞങ്ങൾ എല്ലാവരും കൂടി പടം കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നമുക്ക് ഫീഡ്ബാക്ക് വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു, നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചു. സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരും ഇന്ത്യയുടെ സിനിമയാണെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതിന്റെ സിനിമാറ്റോഗ്രാഫറായ ആഷിഖിനാണ് സിനിമയുടെ വിജയം സമർപ്പിക്കുന്നത്. ഞങ്ങൾക്കിങ്ങനെ മാത്രമല്ല കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് ആർട്ടിസ്റ്റായിട്ട്. ഇത് കറക്റ്റായിട്ട് കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത സിനിമയാണ്. എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവില്. ഇതൊരു ഗംഭീര സിനിമയാണ്. ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നിങ്ങൾ തീരുമാനിക്കും. എല്ലാവർക്കും നമസ്കാരം. റൈഫിൾ ക്ലബ്ബ് റിലീസായിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ പടം കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരുമെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ. ഇതിന്റെ ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴ്ത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റിലീസായി ഈ പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു പുതുമ എന്താ പറയുക, ഈ സബ്ജക്റ്റ് മാത്രമല്ല മേക്കിങ്ങിന്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിഖ് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളതും ആഷിഖ് തന്നെയാണ് ഡയറക്ടറും. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിഖിന് ഒരു ദിവസം പോലും ഒരു 5 minute പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ എന്തുകൊണ്ടാണ് ആഷിഖ് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കണ്ടപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്.
ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിന്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണാതിരിക്കും, ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും. നമുക്കൊരു കാരവൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിന്റെ മണ്ടയ്ക്ക് മുകളിലുള്ള ഒരു ബംഗ്ലാവിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്നൊക്കെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള എന്താ പറയാ ഒരു 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 കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ മൊബൈലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ഇതിന്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും. ഇതിപ്പോ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിക്കാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിക്കിന്റെ കൂടെ ശ്യാം പുഷ്കറിന്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിന്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങൾ അവിടെ അത് ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി നിങ്ങൾ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിനു മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെ തീർക്കണം. താങ്ക് യു സോ മച്ച്. In my life, ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I had no aspiration. Even today, like ഈ പടം കഴിഞ്ഞിട്ട് ഇനി ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവുന്ന. So I think the casting director called me. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് ഇങ്ങനത്തെ കോൾ വരാറുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ ഈ കാസർഗോഡ് ഭാഗത്ത് ഞാൻ മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ആർ ബേസ്ഡ് there. So വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു ഞാൻ. So when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started. അപ്പൊ ഇത് മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. Then he started dropping names. അപ്പോഴാണ് then the greedy side of my mind started working, you know. So basically I'm here because of greed. Yeah. Because nobody wants to lose an opportunity to work with these names and the bigger names who are not on the stage today. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ താഴത്തെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയപ്പോഴാണ് വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ,